ജൂൺ 4-ന് നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമോ? ഇരുവരും തൊഴിൽ രഹിതരാകുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെയുടെ പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ബിജെപിക്ക് അടിപതറിയെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സഖ്യം. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തില്ലെന്ന ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാക്കൾ ശക്തമായി മുന്നോട്ടുവെക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മമതാ ബാനർജി, ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പ്രചാരണത്തിന് ശക്തി പകരുന്നത്. ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രചാരണം. രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ തിരസ്കരിച്ച് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേറ്റുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിച്ചു. ജൂൺ 4-ന് ശേഷം മല്ലികാർജുൻ ഖാർഗെക്ക് തൊഴിൽ നഷ്ടമാകും എന്ന അമിത്ഷായുടെ പരിഹാസത്തിന് മറുപടിയായാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശം. താൻ രാഷ്ട്രീയം തെരഞ്ഞെടുത്തത് തൊഴിൽ എന്ന നിലയിലല്ല, മറിച്ച് സാമൂഹ്യ സേവനം എന്ന നിലയ്ക്കാണ് എന്നും അദ്ദേഹം പറയുന്നു. 400 സീറ്റുകൾ നേടി 3-ാം ഊഴം നേടുമെന്ന ബിജെപിയുടെ അവകാശവാദത്തെയും ഖാർഗെ തള്ളി. പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം നേടാനാവാത്ത ബിജെപി എങ്ങനെയാണ് 400 സീറ്റുകൾ സ്വപ്നം കാണുന്നത് എന്നായിരുന്നു ഖാർഗെയുടെ ചോദ്യം. കർണാടകയിൽ ഇന്ത്യ മുന്നണി 10 മുതൽ 15 സീറ്റുകൾ വരെ നേടും. തെലങ്കാനയിൽ 2 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇത്തവണ 8 മുതൽ 10 സീറ്റുകൾ വരെ സ്വന്തമാക്കും. ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ ഉയരുകയും ബിജെപി തിരിച്ചടി നേരിടുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് 400 എന്ന സംഖ്യ സ്വപ്നം കാണുന്നത് എന്നാണ് ഖാർഗെയുടെ ചോദ്യം. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവും അവകാശപ്പെട്ടു. തന്നെ ദൈവം നിയോഗിച്ചതാണെന്ന മോദിയുടെ പ്രസ്താവന ഭയത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ പ്രതികരണം. മോദി അദ്ദേഹത്തെ അവതാർ എന്ന് വിളിക്കുന്നു. താൻ ജീവശാസ്ത്രപരമല്ലെന്നും ദൈവത്തിന്റെ സന്ദേശവാഹകരാണെന്നും പറയുന്നു. എന്നാൽ ഫലം വൈകാതെ അറിയാം. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കും. ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.